ഞാൻ ക്യാപ്റ്റൻ വിജയകുമാർ. ഞങ്ങളെ ഒരു സിനിമയാണ് ആക്രി കല്യാണം എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ പ്ലസ് അതിൽ അഭിനയിക്കും കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ എൻ്റെ സഹപാഠികളാണ്. കഥാകൃത്താണ് ആൻഡ് ചീഫ് അസോസിയേറ്റ്, പ്രൊജക്ട് മാനേജർ, ദെൻ ക്യാമറാമാൻ, അസോസിയേറ്റ് ഡയറക്ടർ. നമ്മൾ ഈ ഒരു കഥ അവതരിപ്പിക്കുന്നത് സാധാരണ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന, അതായത് ആൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഒട്ടനവധി യുവാക്കൾ ജോലി കാരണങ്ങളാൽ അവർക്ക് അവരുടെ സഹപാഠിയെ തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കല്യാണപ്രായം എത്തി നിൽക്കുന്ന ഒട്ടനവധി ആൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രധാന വിഷയത്തെ അഭിമുഖീകരിച്ചിട്ടാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ദാർഢ്യം പിടിക്കുന്ന മാതാപിതാക്കൾ, ഒന്നുകിൽ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ പെൺകുട്ടികൾ അതിന് വഴങ്ങിക്കൊടുക്കത്തില്ല. പെൺകുട്ടികൾ വഴങ്ങുകയാണെങ്കിൽ മാതാപിതാക്കൾ വഴങ്ങിക്കൊടുക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഈ കഥയിൽ കൂടെ നമ്മൾ സ്പർശിക്കുന്നുണ്ട്. കാരണം വലിയൊരു കാര്യമാണ് ജോലി. ആ ജോലിയുടെ അടിസ്ഥാനത്തിൽ അവനെ പുറന്തള്ളപ്പെടുകയാണ്. ഒരുപക്ഷെ ആ വ്യക്തി സമൂഹത്തിൽ വളരെ നല്ല വ്യക്തിയായിരിക്കും, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമ്പന്നനാണ്, വളരെ സമ്പത്ത് ഉള്ളവനായിരിക്കാം. പക്ഷേ അവൻ ചെയ്യുന്ന ജോലി ഒരു ആക്രി കച്ചവടം നടത്തുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ തെറ്റ്. ഈ ആക്രി എന്ന് പറയുന്ന സാധനം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ അധികം അടിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ്. ഈ ഒരു സാധനത്തെ നമ്മൾ ശരിക്ക് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ എല്ലാം സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളെ സ്വന്തം ഈ അങ്ങാടിയിലും ബജാറുകളിലും നാടുകളിലും ഈ ആക്രി സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി വിൽപ്പന നടത്തി അത് വേറൊരു രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരാൾക്ക് വരുന്ന, അവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഈ കഥയിലൂടെ കാണിക്കുന്നുണ്ട്. ഇത് ഈ കഥ ചെയ്തിരിക്കുന്നത് ഏകദേശം കോഴിക്കോട്, മലപ്പുറം ജില്ലാ കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടന്നിരിക്കുന്നത്. കോഴിക്കോട് നമ്മളെ 4 സെൻറ്റ് കോളനി കുണ്ടായിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മെയിനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും പല പല പഞ്ചായത്തുകളിലും വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ വളരെ ചെറിയ ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് ഏറ്റവും വളരെ നമുക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ ഗോവിന്ദ്. ചന്ദനമഴ എന്ന സീരിയലിലെ വളരെ പ്രഗത്ഭനായ ഒരു ആക്ടറാണ് ഇതിൽ നായകവേഷം ധരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിലുള്ള ഒരു ഹാസ്യ കഥാപാത്രമായ നിർമ്മൽ പാലാഴി, കൂടെ സഞ്ജയ് എന്ന് പറയുന്ന ചെന്നൈയിൽ വസിക്കുന്ന കോഴിക്കോട്ടുകാരനായ അയാളാണ് 3 മുഖ്യ നായകന്മാർ. സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് കണ്ണൂർ നിമിഷ ആൻഡ് സാജൻ പാനൂർ എന്നിവരുടെ മകൾ അക്ഷയ സാജൻ എന്നിവരും ഇതിൽ നായികവേഷം ചെയ്യുന്നുണ്ട്. ഒരു ഹിന്ദി കഥാപാത്രമായിട്ട് ദേവനന്ദ രാമനാട്ടുകര, അവരും ഇതിൽ മുഖ്യവേഷം ധരിക്കുന്നുണ്ട്. 2 പാട്ടുകളും വളരെ നല്ല പഴയ മ്യൂസിക് കൊടുത്തിട്ടാണ് 2 പാട്ടുകളും വളരെ ഗംഭീരമാക്കി എടുത്തിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ജലജ പ്രസാദ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഹൈസ്കൂൾ ടീച്ചറാണ്. പാടിയിരിക്കുന്നത് നിത്യ മേമൻ, സൻവദ് അൻവർ എന്നിവർ കൂടി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഈ സിനിമ നാളെ 20-ാം തീയതി കേരളത്തിലെ ഒട്ടുമിക്കവാറും തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. പ്രദർശനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് ജനങ്ങളിൽ നിന്നും.
ആ പ്രതീക്ഷ തെറ്റില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന കുറേ നാട്ടുകാരായ ജനങ്ങളുണ്ട്. അവർക്ക് ഇന്നുവരെ ക്യാമറയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് കാണുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇതിൽ വന്നിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഒരു മികവും കൂടെ ഈ സിനിമയിൽ കാണാൻ പറ്റും.